ദിനംപ്രതി ഞാൻ എന്തുകൊണ്ടാണ് ദരിദ്രനാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേര് എനിക്ക് കത്തുകൾ അയക്കാറുണ്ട്, പലപ്പോഴും ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഇത്തരം കാര്യങ്ങൾ സംസാരത്തിൽ കടന്നു വരാറുണ്ട്. അഥർവവേദത്തിൽ ഒരു രഹസ്യ മന്ത്രമുണ്ട്. ആ മന്ത്രം നമുക്കൊന്ന് പഠിച്ചാൽ ഒരു പക്ഷേ ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. പകൽ മുഴുവൻ അധ്വാനിച്ചിട്ടും മാസാന്ത്യം വരുമ്പോൾ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പണിയല്ല, വെറും അടിമവേലയാണ്. സാമ്പത്തിക തകർച്ചയുടെ ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അഥർവവേദത്തിലെ ഒരു മന്ത്രം ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചേക്കാം. എനിക്ക് ഒരുപാട് സഹായം ഈ മന്ത്രം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അഥർവവേദത്തിലെ 20-ാം കാണ്ഡത്തിലെ 70-ാം സൂക്തത്തിലെ 17-ാമത്തെ മന്ത്രമാണ് ഞാനിവിടെ എടുത്ത് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓം യേന്ദ്ര സാനസ്യം രയും വർഷിഷ്ഠമൂതയേ ഭര. ഓം യേന്ദ്ര സാനസ്യം രയും വർഷിഷ്ഠ മൂതയേ ഭര. ഓം യേന്ദ്ര സാനസ്യം രയും വർഷിഷ്ഠ മൂതയേ ഭര. ഈ മന്ത്രം ഞാൻ 3 പ്രാവശ്യമൊക്കെ ചൊല്ലിയത് ആർക്കെങ്കിലുമൊക്കെ ജപിക്കണമെന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇത് ഉപയോഗപ്പെടുത്താം എന്ന ആഗ്രഹത്തോടെയാണ്. മന്ത്രങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ അവകാശമുണ്ട്. ഭഗവാനാണ് നമ്മുടെ ഗുരു എന്നങ്ങ് വിശ്വസിക്കാൻ നമുക്ക് പറ്റിയാൽ മതി. ഈ മന്ത്രം കേവലം പ്രാർത്ഥനയല്ല, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കോഡാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എവിടെയാണ് തെറ്റ് വരുന്നത്, അത് ഈ മന്ത്രത്തിലെ 4 വാക്കുകൾ നമുക്ക് പറഞ്ഞു തരും. ഒന്നാമത്തേത് യേന്ദ്ര എന്ന വാക്കാണ്. നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കാത്തത് എന്തുകൊണ്ട് എന്നതിന് ഉത്തരം ഈ വാക്കിലുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും പണം ചെലവാക്കുന്നത് തലച്ചോറ് കൊണ്ടല്ല, മറിച്ച് വികാരങ്ങൾ കൊണ്ടാണ്. പരസ്യങ്ങളോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയിലോ ഇക്കോസിസ്റ്റത്തിനകത്തോ ഉള്ള പ്രേരണയാണ് നമ്മളെ സാധനങ്ങളോ ആഡംബരങ്ങളോ ഒക്കെ സ്വായത്തമാക്കുന്നതിന് അല്ലെങ്കിൽ കരഗതമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതും അതിനുവേണ്ടി സ്വയം അറിയാതെ പണം ചെലവാക്കുന്നതും. ഇത് നിങ്ങളെ എന്നും ദരിദ്രനാക്കി മാറ്റുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. എന്നാൽ യേന്ദ്ര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്ദ്രനെയാണ് ഇവിടെ ഉണർത്തുന്നത്. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ദി ഇന്നർ CEO ആണ്. ആ ഇന്ദ്രൻ, അത് ആ വാക്ക് തന്നെ ആ കൂട്ടണം ഇന്ദ്രയാണ് യേന്ദ്ര ആവുന്നത്. നിങ്ങളുടെ പണം നിയന്ത്രിക്കേണ്ടത് വിപണിയല്ല, നിങ്ങളുടെ വിവേചന ബുദ്ധിയാണ് എന്നതാണ് ഇന്ദ്രദേവത നൽകുന്ന ഈ വാക്കുകൊണ്ടുള്ള പാഠം. ഇനി രണ്ടാമത്തതോ, മന്ത്രത്തിലെ 2-ാമത്തെ ശബ്ദം സാനസി എന്നതാണ്. നോക്കൂ, നിങ്ങൾ പണത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണോ? അങ്ങനെ ശ്രമിക്കുന്നവരായിരിക്കും 90%. ലോകത്തിലെ 90% ആളുകളും പണത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ് ശരി. അത് വലിയൊരു തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അങ്ങനെ പണത്തിന് വേണ്ടി പണിയെടുക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ പണത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിനൊരു പരിധിയുണ്ട്. സാനസി എന്ന വാക്കിൻ്റെ അർത്ഥം മൂല്യാധിഷ്ഠിത സമ്പാദ്യം അല്ലെങ്കിൽ വാല്യൂ ക്രിയേഷൻ എന്നാണ്. മൂല്യാധിഷ്ഠിത സമ്പാദ്യം, വാല്യൂ ക്രിയേഷൻ എന്നാണ്. ഇവിടെ നിങ്ങളുടെ വിജയത്തിൻ്റെ തടസ്സം എന്താണ്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയമാണ് വിൽക്കുന്നത്, നിങ്ങളുടെ കഴിവല്ല. സമയമാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ കഴിവല്ല. എന്താണ് പരിഹാരം? പണം ഉണ്ടാക്കാൻ നോക്കാതെ ആദ്യം ചെയ്യേണ്ടത്, പണം ഉണ്ടാക്കാൻ നോക്കണ്ട. ഒരു ചെറുപ്പത്തിലൊരു ജോലിയൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ പണം ഉണ്ടാക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, ലോകത്തിന് ആവശ്യമുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതാണ്. പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിലേ ആളുകൾക്ക് നിങ്ങളെ വേണ്ടൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രശ്നത്തിന് പരിഹാരം നിങ്ങളെ കയ്യിലുണ്ട്, പക്ഷേ അത് ഉപയോഗപ്രദമല്ലെങ്കിലും നിങ്ങളെ ആവശ്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എത്രത്തോളം മൂല്യം നൽകുന്നുവോ അത്രത്തോളം സാനസ്യം രയും അഥവാ ശുദ്ധമായ സമ്പത്ത് നിങ്ങളെ തേടി വരുമെന്നാണ് ഈ 2-ാമത്തെ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ശേഷിയെ, നമ്മുടെ കഴിവിനെ ഉപയോഗപ്പെടുത്തുക, മൂല്യം, നമ്മുടെ കഴിവിൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചെടുക്കുക. മൂന്നാമത്തത്, മന്ത്രത്തിലെ 3-ാമത്തെ ശബ്ദം വർഷിഷ്ഠമെന്ന നമ്മെ ലീനിയർ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ വർഷിഷ്ഠം എന്ന ശബ്ദം. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള
പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് എന്ന ഗണിത രഹസ്യമാണ്. നിങ്ങൾ പണം സേവ് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അത് വളരുന്നുണ്ടോ? വർഷിഷ്ഠം എന്നാൽ ഗുണോത്തര വളർച്ച എന്നൊക്കെ നമ്മൾ പണ്ട് കാലത്ത് സ്കൂളിൽ പഠിച്ചിരിക്കും. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്നതിന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഈ വർഷിഷ്ഠം എന്നാൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. ഇവിടെ നിങ്ങളുടെ വിജയത്തിൻ്റെ തടസ്സം എന്താണ്? യഥാർത്ഥത്തിൽ പണം വെറുതെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്കറിയണം. ബുദ്ധിപൂർവം പണത്തെ നിക്ഷേപിക്കണം. ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നാലാമത്തെ കാര്യം എന്താ? മന്ത്രത്തിലെ നാലാമത്തെ വാക്ക് ഊതയേ എന്നാണ്. ഞാൻ ആദ്യമേ മന്ത്രം പറഞ്ഞിരുന്നല്ലോ. സാമ്പത്തികമായി വീഴുമ്പോൾ താങ്ങാൻ നിങ്ങൾക്ക് എന്താണ് കൈമുതൽ എന്നാണ് ഈ വാക്ക് നിങ്ങളോട് ചോദിക്കുന്നത്. ഊതയേ എന്നാൽ സുസ്ഥിരമായ സുരക്ഷാ സംവിധാനമാണ്. ഇതിന് നമുക്കൊരു പ്രയാസം വന്നു, അപ്പോൾ നമുക്കൊരു സുരക്ഷാ സംവിധാനം ഉണ്ടോ? ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ഫയർ സ്റ്റേഷൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? എല്ലാ ദിവസവും തീ പിടിക്കുന്നുണ്ടല്ല, എപ്പോഴെങ്കിലും തീ പിടിക്കാം. അപ്പം നമുക്കൊരു സുരക്ഷ വേണം. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ഈ സുരക്ഷാ സംവിധാനം നമ്മുടെ സാമ്പത്തികത്തിൽ ഉപയോഗിക്കുമ്പോൾ 3 ഘടകങ്ങളാണ് ഇതിനുള്ളത്. അവ എല്ലാവരും പഠിക്കേണ്ടതുമാണ്. നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തത് മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. ഏത് നിക്ഷേപത്തിലും ഒരു കരുതൽ വേണം. കാര്യങ്ങൾ പാളിയാൽ നിങ്ങളുടെ ജീവിതം തകരാത്ത വിധത്തിലുള്ള ഒരു പ്ലാൻ ബി അതുണ്ടോ എന്ന് ആലോചിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. പാളിപ്പോവാൻ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ. അങ്ങനെ വന്നാൽ നമ്മളെ ജീവിതത്തിന് അത് എഫക്റ്റ് ചെയ്യരുത്. സെക്കൻഡ് തിങ്, സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് ആണ്. മറ്റാരോ പറഞ്ഞത് കേട്ട് പണം നിക്ഷേപിക്കരുത്. നിങ്ങൾക്കറിയാത്ത മേഖലയിൽ പണം ഇടുന്നത് ആത്മഹത്യാപരമാണ്. നിങ്ങളുടെ അറിവിൻ്റെ പരിധി ആദ്യം നിങ്ങൾ തിരിച്ചറിയുക. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പലർക്കും അവനവൻ അറിയാത്ത കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് പ്രശ്നം. സ്കിൽ സ്റ്റാക്കിംഗ് എന്ന് പറയും. അതായത് ഒരു വരുമാന മാർഗം മാത്രം പോരാ, നിങ്ങളുടെ പലവിധ കഴിവുകളെ ഒരുക്കി നിർത്തുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഒന്ന് തകർന്നാൽ മറ്റൊന്ന് നമ്മളെ രക്ഷിക്കും. ഈ 4 വാക്കുകളെ സാക്ഷാത്കരിച്ചാൽ അഞ്ചാമത്തെ വാക്കായ ഭര അഥവാ ഐശ്വര്യത്തെ സ്വീകരിക്കുക എന്ന റിസൾട്ടിനായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാം. നമ്മുടെ ചിന്ത മാറിയാൽ നമ്മുടെ ബാങ്ക് ബാലൻസും മാറും. ദിവസവും ഓം യേന്ദ്ര സാനസിംരയും വർഷിഷ്ഠമൂതയേ ഭര എന്ന മന്ത്രം അഭിവാദനത്തോടെ അല്ലെങ്കിൽ അർത്ഥ ഭാവനയോടെ ജപിക്കാൻ ശ്രമിക്കണം. ഈ വേദമന്ത്രത്തെ ആധുനിക കാലത്ത് എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നതിനെക്കുറിച്ച് നാളത്തെ നമ്മുടെ ശുഭദിനത്തിൽ ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.